പത്തേമാരിക്കാലം. പൊന്നാനി മുഹിദ്ദീൻ പള്ളി അതിന്റെ മുൻവശത്തെ വീട്ടിൽ നിന്നാൽ പിന്നിൽ കടലിരമ്പം കേൾക്കാം. മരങ്ങൾക്കും വീടുകളുടെ മേലാപ്പിനും അപ്പുറം ആകാശത്ത് ലൈറ്റ് ഹൌസിന്റെ തലയെടുപ്പ്. കടലിന്റെ കഥ പറയാൻ കടലോരത്ത് തന്നെ ഇരിക്കണമെന്നാണല്ലോ. മഴമേഘങ്ങൾ ആകാശത്ത് തിങ്ങിക്കൂടിയ ഒരു വൈകുന്നേരം കുഞ്ഞു മൊയ്തീൻ കഥ പറയാൻ തുടങ്ങുകയാണ്. കഥയേക്കാൾ ആദ്യം നിറഞ്ഞ ജീവിതം ഇതിൽ കടൽ കണ്ടവന്റെ അനുഭവങ്ങളുമുണ്ട്. ആ ഉപ്പുരുചിയും ചവർപ്പും തിരകളുടെ കുതിപ്പും എല്ലാം ഇതിൽ കേൾക്കാം. 7 പതിറ്റാണ്ട് മുമ്പ് വൻ കപ്പലുകളും യന്ത്രവൽകൃത ബോട്ടുകളും പൊന്നാനിയുടെ തീരം തൊടാത്തൊരു കാലം. റെയിൽപാളങ്ങളും റോഡുകളും വികസിക്കാത്തൊരു സമയം. ദേശങ്ങൾക്കിടയിൽ ദൂരത്തുനിന്ന് ദൂരത്തിന് കൂടുതലായിരുന്നു. പൊന്നാനിയിൽ ആകെയുണ്ടായിരുന്നത് 2 ബസ്സുകൾ, ചമ്പ്രവട്ടത്തേക്കും ഗുരുവായൂരിലേക്കും മാത്രം. മറ്റു വഴികളെല്ലാം പുഴകളും തോടും കായലുകളും മുറിച്ചെടുത്ത് കടലുകളാണെല്ലാം. അങ്ങനെ വഴിയും വഴിവിളക്കും ഒക്കെ അതുതന്നെയാണ്. മഴ കടലിനെയും കരയെയും നനയ്ക്കാൻ തുടങ്ങിയ ആ വൈകുന്നേരത്ത് പുതുകാലത്ത് അപരിചിതമായ ഒരു കാലഘട്ടത്തിലേക്കാണ് കുഞ്ഞു മൊയ്തീൻ ഞങ്ങളെ ഓർമ്മയിലൂടെ സഞ്ചരിപ്പിച്ചത്. 15-ാം വയസ്സ് മുതൽ കടലിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യൻ. പത്തേമാരിയുടെ പായ വലിച്ചുകെട്ടി കാറ്റിനൊപ്പം പല ദേശങ്ങളിലും സഞ്ചരിച്ചവൻ എന്ന് പറയാം. കടലിന്റെ തിരയിളക്കങ്ങൾക്കും ആകാശത്തിന്റെ നിറവ്യത്യാസങ്ങൾക്കും കാറ്റിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കും പല അർത്ഥങ്ങളുമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ കടൽ കനിഞ്ഞവരുടെയും കടലെടുത്തവരുടെയും അനുഭവങ്ങൾക്ക് സാക്ഷിയായി ഒരുപാട് നെടുവീർപ്പുകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അവശേഷിക്കുന്നു. കുഞ്ഞു മൊയ്തീന്റെ ജീവിതാനുഭവങ്ങൾ പൊന്നാനിയുടെയും കടലോരവാസികളുടെയും ഒരു ചരിത്രം കൂടിയാണെന്ന് പറയാം. അക്കാദമിക തലങ്ങളിലൊന്നും പരാമർശിക്കപ്പെടാതെ പോകുന്ന കടൽ തൊഴിലാളികളുടെ ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു കുറിപ്പിലേക്ക് കുഞ്ഞു മൊയ്തീൻ കടന്നു വരുന്നത്. അതിദാരിദ്ര്യമാണ് കുഞ്ഞു മൊയ്തീന്റെയും ആ കാലഘട്ടത്തിലെയും ആളുകളെ കടലിലേക്ക് ആകർഷിക്കാനുള്ള കാരണം. ഒന്നുമില്ലാത്തവന് എന്നും അഭയമാണ് കടൽ എന്നാണ് കുഞ്ഞു മൊയ്തീന്റെ വാചകം. ആ കഥയിലേക്ക് വരാം. 15-ാം വയസ്സിൽ പത്തേമാരിയിൽ പാചകക്കാരനായി കുഞ്ഞു മൊയ്തീൻ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നു. പാചകമൊന്നും അറിഞ്ഞിട്ടല്ല, ഒരു സഹായിയായി അതിൽ സഞ്ചരിക്കുക, എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുക, അത്രയേ ഉള്ളൂ. അത് മാത്രമായിരുന്നു ലക്ഷ്യം. എരിയുന്ന വയറുകൾക്ക് കടലിൽ അന്നം തരുമെന്ന വിശ്വാസം. കൗതുകമായിരുന്നു ആദ്യം ഈ ജീവിതം. തീരം വിട്ടാൽ ചുറ്റും ആഴിപ്പരപ്പ് മാത്രം. മുകളിൽ ചരിഞ്ഞു നിൽക്കുന്ന പായക്കപ്പൽ, അതിന്റെ പായകൾ തട്ടി പിൻവാങ്ങുന്ന കാറ്റിന്റെ മൂളൽ ഒരു പ്രത്യേക ഓർമ്മയാണ്. അതിനൊപ്പം പൊങ്ങുതടി പോലെ ചാഞ്ഞും പൊളിഞ്ഞും ഒഴുകി നീങ്ങുന്നതിനാവുക. പഴയകാല 8-ാം ക്ലാസ്സുകാരനാണ് കുഞ്ഞു മൊയ്തീൻ. പൊന്നാനിയിൽ 2 സ്കൂളുകൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. 8-ാം ക്ലാസ് വരെ പഠനം. വറുതിക്കിടയിലും കുഞ്ഞു മൊയ്തീൻ സ്കൂളിൽ പോയിരുന്നു. പഴങ്കഞ്ഞിയായിരുന്നു 3 നേരവും ഭക്ഷണം. പെട്ടെന്നൊരു നാൾ അപ്രതീക്ഷിതമായി കുഞ്ഞു മൊയ്തീന്റെ എല്ലാമായ ബാപ്പ മരണപ്പെട്ടു പോവുകയാണ്. പിന്നീട് അങ്ങോട്ട് പഠനം മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നു. താഴെയുള്ള 8 സഹോദരങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം തന്റെ തലയിലാണെന്ന് തിരിച്ചറിയുകയാണ് കുഞ്ഞു മൊയ്തീൻ. ഇതിനിടയിൽ സ്കൂളിലെ അധ്യാപകർ ഒരു ദിനം വീട്ടിലെത്തി പഠനത്തിലേക്ക് കുഞ്ഞു മൊയ്തീനെ തിരികെ കൊണ്ടുപോരാൻ വേണ്ടി അവർ വന്നിരുന്നു. പക്ഷേ ആ വീട്ടിലെ ദാരിദ്ര്യവും കുഞ്ഞുമക്കളുടെ ദയനീയതയും കണ്ട് അവർ നിസ്സഹായരായി തിരികെ പോയി. മറുകര എവിടെയെന്നറിയാത്ത നാവികരെ പോലെ കുഞ്ഞു മൊയ്തീൻ സ്തംഭിച്ചു നിന്നു. അതിനൊടുവിലാണ് കടൽ ജീവിത മാർഗമാക്കാൻ കുഞ്ഞു മൊയ്തീൻ തീരുമാനിക്കുന്നത്. കോഴിക്കോട്ട് നിന്ന് മുംബൈയിലേക്കുള്ള ചരക്ക് കപ്പൽ, അതായിരുന്നു അന്നത്തെ പത്തേമാരി. കാറ്റിന്റെ ദിശയും വേഗവും അനുസരിച്ച് യാത്ര ചെയ്യുക. എപ്പോൾ ലക്ഷ്യം തേടുമെന്നും തിരികെ എത്തുമെന്നും ഒരു ഉറപ്പുമില്ല. എല്ലാം നിശ്ചയിക്കുന്നത് കാറ്റും കടലും തന്നെ. അവ ഉഗ്രരൂപം കൊണ്ടാൽ യാത്ര ലക്ഷ്യം തെറ്റുകയും നടുക്കട്ടിലെല്ലാം അവസാനിച്ച് താണുപോവുകയും ചെയ്യും. ചിലപ്പോൾ കടൽ ഇളകും, പത്തേമാരി ഒലിയും. ജീവൻ ബാക്കി കിട്ടിയാൽ തിരികെ മടങ്ങാം. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും മരവും വളപട്ടണത്തു നിന്ന് പൊതിക്കാത്ത തേങ്ങയുമായി അന്ന് കോഴിക്കോട് നിന്ന് മുംബൈക്കിടയിൽ ഒഴുകി നടക്കുകയായിരുന്നു ഈ പത്തേമാരികൾ. കോഴിക്കോട്ട് നിന്ന് മുംബൈയിലെത്താൻ ശരാശരി 15 ദിവസമായിരുന്നു യാത്ര. കാറ്റിന്റെ ഗതിവിഗതി ഒരുവിധം കുഴപ്പമില്ലെങ്കിൽ 7-ാം ദിനം എത്താം. ഇനി വേഗം കുറവാണെങ്കിൽ 40 ദിവസം വരെ എടുക്കാം. കൂട്ടത്തിൽ കുഞ്ഞായ കുഞ്ഞു മൊയ്തീൻ ആദ്യ യാത്രയിൽ ഇക്കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ്. അയാൾക്കന്ന് എത്രയും പെട്ടെന്ന് തിരികെ എത്തണമെന്നായിരുന്നു മോഹം. അയാളുടെ വരവും കാത്ത് വീട്ടിൽ ഉമ്മയും 7 സഹോദരങ്ങളും കാത്തിരിക്കുകയാണ്. അങ്ങനെ 3 വർഷം കുഞ്ഞു മൊയ്തീൻ പാചകക്കാരനായി ആ പത്തേമാരിയിൽ തുടർന്നു. പിന്നീട് 12 വർഷം ഗ്രാസി എന്നറിയപ്പെടുന്ന ഒരു ജോലിക്കാരനായി മാറി.
മുകളിൽ ആകാശവും ചുറ്റും കടലും മാത്രം മേലും നിലാവും മാറിമറിയുന്ന ദിനരാത്രങ്ങളും കണ്ടുകൊണ്ട് മൊയ്തീൻ ഒരുപാട് നാളുകൾ തള്ളി നീക്കി. കാറ്റുപോലെ ദിവസങ്ങൾ കടന്നുപോയി എന്ന് പറയാം. ഊഷരമായ യാത്രകളിൽ ശൂന്യത അകറ്റാനായി പത്തേമാരിയിൽ നിന്ന് അവർ പാട്ടുപാടുമായി. ജീവിതമോഹങ്ങളെയും പത്തേമാരികളുടെ കടലിന്റെ കഥ പറയുന്ന ഒരുപാട് പാട്ടുകൾ. ദക്ഷിണേന്ത്യയിലെ അതിപുരാതന തുറമുഖങ്ങളിലൊന്നാണ് പൊന്നാനി. കടലിന്റെ കാരുണ്യം കൊണ്ട് പലരും പലവട്ടം ഈ തീരത്ത് വന്ന് തിരിച്ചണഞ്ഞിട്ടുണ്ട്. മരത്തടികളും തേങ്ങയും കയറും കുരുമുളകും പത്തേമാരികളിലേറി പല നാടുകളിലേക്കും പോയി. അരിയും പഞ്ചസാരയും ഉപ്പും ഭക്ഷണസാരങ്ങളും ഒക്കെയായി പൊന്നാനിയിൽ വന്നണഞ്ഞു. ഇത് ലാഭകരമായതോടെ മുതലാളിമാർ പത്തേമാരികൾ കടലിറക്കി തുടങ്ങി. അങ്ങനെ മംഗലാപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ പണക്കാരും ഗുജറാത്തിലെ സേട്ടുമാരുമായിരുന്നു അന്ന് ഈ പത്തേമാരികളുടെ ഉടമകൾ മുന്നിലുണ്ട്. പരമ്പരാഗതമായി വഞ്ചികളിലും ചെറുതോണികളിലും ജോലി ചെയ്തിരുന്ന പൊന്നാനിക്കാർ പത്തേമാരിയിലെ ജോലിക്കാരായി മാറി. പത്തേമാരികൾ നിരന്നു നിൽക്കുന്ന പൊന്നാനി തുറമുഖത്തിന്റെ ചിത്രം പഴമക്കാരുടെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ടാവും. ഒരു സാങ്കേതിക സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് കാറ്റിന്റെയും നീരൊഴുക്കിന്റെയും സഹായത്താലായിരുന്നു ആ യാത്രകളൊക്കെ. കരയിൽ കാത്തിരിക്കുന്നവരുടെ പട്ടിണി മാറ്റാൻ ഒരു ഉറപ്പുമില്ലാത്ത ജീവിതത്തിനു മേൽ മനക്കരുത്തുകൊണ്ട് അവർ രാവും പകലും താണ്ടി എന്ന് പറയാം. വീടുകളിലാണെങ്കിൽ പ്രാർത്ഥനയുടെ കാത്തിരിപ്പായിരുന്നു. ഓരോ പുറപ്പെടലുകളും കടലിനെ കണ്ണീരണിയിക്കുകയാണ്. മുംബൈയിലെ വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും പത്തേമാരികൾക്കൊപ്പം പൊന്നാനിയിലെത്തിത്തുടങ്ങി. മാത്രമല്ല ഹിന്ദുസ്ഥാനി സംഗീതവും ഗസലും കവാലിയും പൊന്നാനിയുടെ തീരങ്ങൾ വന്ന് അണയുന്നതും ഈ പത്തേമാരികൾ കൂടെ തന്നെയാണ്. പിന്നീട് തീരങ്ങളുടെ പല ഭാഗങ്ങളും അങ്ങനെ പാടി നടക്കപ്പെടുകയാണ്. തീരം പല പാട്ടുകളുടെയും സംഗമഭൂമിയായി മാറിയെന്ന് പറയും. വിദൂരമായ ദേശങ്ങളിലെ ഭാഷയും സംസ്കാരവും ഒക്കെ പൊന്നാനിയുടെ തീരം തൊട്ടു. ഇതിനിടെ അറബിക്കടൽ മുറിച്ചു കിടന്ന പത്തേമാരികൾ ഗൾഫ് എന്ന പുതിയ സ്വപ്നത്തീരത്തെത്തുകയും ചെയ്തു. അത് മറ്റൊരു ചരിത്രം. കോഴിക്കോട്ട് നിന്ന് മുംബൈക്കുള്ള കടൽദൂരത്തിൽ പിന്നിടേണ്ട വഴികളെക്കുറിച്ച് കുഞ്ഞുമൊയ്തീൻ ഓർത്തു പറയുകയാണ്. തീരത്തെ ലൈറ്റ് ഹൌസുകളായിരുന്നു അന്നത്തെ യാത്രയുടെ അടയാളങ്ങൾ. കോഴിക്കോട് വിട്ടാൽ കൊയിലാണ്ടി, പിന്നെ കണ്ണൂർ, അതിനുശേഷം മംഗലാപുരം, ഭട്കൽ, കർവാർ. അങ്ങനെ യാത്രാനീളം ഓരോ മാൾവാൻ മല കണ്ടു തുടങ്ങിയാൽ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണെന്ന് ഉറപ്പിക്കാം. പിന്നെയുള്ള പ്രധാനപ്പെട്ട അടയാളം ശിവജിയുടെ കോട്ടയാണ്. കോട്ടയിൽ പോയി വെള്ളമെടുക്കാം. നല്ല കാറ്റാണെങ്കിൽ പിന്നീട് ഒരു ദിവസം കൊണ്ട് മുംബൈ തീരത്തണയും. സമയവും ദിശയും സൂചിപ്പിക്കുന്ന ഉപകരണങ്ങളൊന്നും സാധാരണക്കാരനായ പത്തേമാരി തൊഴിലാളികളുടെ കൈവശമില്ലായിരുന്നു. തീരത്തെ സൂചകങ്ങളും ലൈറ്റ് ഹൌസുകളും നോക്കിയാണ് ഇവരുടെ യാത്ര. കടലിന്റെ പെരുമാറ്റങ്ങളും ആകാശങ്ങളിലെ ആ ഭാവവ്യത്യാസങ്ങളും വരാനിരിക്കുന്ന ചിലതിന്റെ സൂചകങ്ങളായി അവർ തിരിച്ചറിഞ്ഞു. സൂര്യന് ചുറ്റും രണ്ട് നിഴൽ കണ്ടാൽ കാറ്റിന് തിരയിളക്കത്തിനുള്ള സാധ്യത അവർ തിരിച്ചറിയുകയാണ്. കടലിൽ നിന്ന് അസാധാരണമായി കുമിളകൾ പൊങ്ങിത്തുടങ്ങിയാൽ കടൽക്ഷോഭത്തിന്റെ ലക്ഷണമാണെന്നും കുഞ്ഞുമൊയ്തീൻ ഓർക്കുന്നു. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ജീവനക്കാരിൽ പലരും ഭയം എരച്ചു കയറി കരയാൻ തുടങ്ങും. എങ്കിലും വരുന്ന വിപത്തിനെ ധീരതയോടെ നേരിടുകയെന്ന ശരിയിലേക്ക് അവർ എളുപ്പത്തിൽ പാകപ്പെടുകയും ചെയ്യും. അത്തരത്തിലൊരു ദിവസമാണ് അത് സംഭവിച്ചത്. പത്തേമാരിയായ അടിമുടി ഒലച്ചുകൊണ്ട് കാറ്റും കോളും കടൽ രൂപപ്പെട്ടു. ആകാശം കറുത്തിരണ്ടു, നീലിമ മാഞ്ഞു. തിരമാലകൾ പത്തേമാരിയിലേക്ക് കയറി വരികയാണ്. പരിമാനിൽ കിടന്ന് പായകൾ കയറുപൊട്ടാൻ തുടങ്ങി. കാറ്റിൽ ഉലഞ്ഞുപോയ പായകളെ ശരിപ്പെടുത്താൻ പരിമാനിൽ കയറിപ്പോയ ഒരു തൊഴിലാളി. അയാൾ കയറിയതും പരിമാൻ പൊട്ടിയതും പെട്ടെന്നാണ്. പത്തേമാരിയിലെ മരത്തടികൾക്ക് മീതെ മലർന്നു വീണ അയാൾ തൽക്ഷണം മൃതിയടയുകയാണ്. എല്ലാവരെയും ദുഃഖിപ്പിച്ചു. കരയിലേക്ക് പിന്നെയും ഒരുപാട് ദൂരമുണ്ട്. ഈ മൃതദേഹവുമായി ദിവസങ്ങൾ സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ. അവർ തൽക്കാലം ബന്ധുജനങ്ങളെയും അയാളുടെ മക്കളെയും ഒക്കെ മറന്നു. കഴിയും വിധം മൃതദേഹം പരിപാലിച്ച് നമസ്കാരശേഷം മൃതദേഹം പലകയിൽ കെട്ടി കുത്തനെ കടലിലേക്ക് ഇറക്കി. പലക വലിച്ചൂരിയപ്പോൾ മൃതദേഹം ആഴിയുടെ അഗാധതയിലേക്ക് താണുപോകുന്ന ആ നിമിഷം ഇപ്പോഴും കുഞ്ഞുമൊയ്തീൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഭട്കലിനപ്പുറത്തുകൂടി സഞ്ചരിക്കുന്ന ദിവസം ഒരു തൊഴിലാളി നല്ല ഉറക്കത്തിലായിരുന്നു. നേരമേറെ കഴിഞ്ഞിട്ടും അയാൾ ഉണർന്നില്ല. സംശയം തോന്നി തൊട്ടു വിളിച്ചപ്പോൾ അദ്ദേഹം അനങ്ങുന്നില്ല. ആ മനുഷ്യന്റെ ജീവിതയാത്ര നടുക്കടലിൽ അവസാനിച്ചിരിക്കുന്നു എന്നവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ മരണം ഉറപ്പിച്ചതോടെ ആ മൃതദേഹം കടൽ താഴ്ത്തി. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞാണ് ഇക്കാര്യങ്ങളെല്ലാം നാട്ടിലും വീട്ടിലും അറിയുന്നത് തന്നെ. അക്കാലം അത്രയും തങ്ങളുടെ പ്രിയപ്പെട്ടവർ മടങ്ങി വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവരുടെ കാത്തിരിപ്പിൽ അവരുടെ മനസ്സിൽ ഉലയുന്നത്. 12 തൊഴിലാളികളാണ് ഒരു പത്തേമാരിയിൽ ഉണ്ടാവുക.
സഹയാത്രികരും ബന്ധുക്കളും കാറ്റിലും തിരയിലും അകപ്പെട്ട് കടലിൽ താഴുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന എത്രയോ പേരുടെ ചരിത്രം പൊന്നാനിക്ക് പറയാനുണ്ട്. അങ്ങനെ ഒരു കാറ്റിലാണ് കുഞ്ഞു മൊയ്തീന്റെ അനുജൻ സിദ്ദീഖിനെയും കടലെടുത്തു കൊണ്ടുപോയത്. മുംബൈയിലേക്ക് തിരിച്ച് വിജയമാല എന്ന പത്തേമാരിയിലെ തൊഴിലാളിയായിരുന്ന സിദ്ദീഖ് ഇതേ ദിവസം തന്നെയാണ് പൊന്നാനിയിൽ നിന്ന് യാത്ര തിരിച്ച ദുൽദുൽ എന്ന പത്തേമാരിയിൽ കാറ്റിൽ തകർന്നത്. ഈ പത്തേമാരികളിലെ തൊഴിലാളികൾ മുഴുവൻ അന്ന് കടലിൽ അസ്തമിച്ചുപോയി എന്നുള്ളതാണ്. 1967 അത്. ദിവസങ്ങൾക്ക് ശേഷം അതുവഴി പോയവർ കടലിൽ മൃതദേഹങ്ങളും പത്തേമാരികളുടെ അവശിഷ്ടങ്ങളും കണ്ടതോടെയാണ് ദുരന്തം പുറംലോകം അറിയുന്നത് തന്നെ. ഇങ്ങനെ പാതി വഴിയിൽ മാഞ്ഞുപോയ ഒരുപാട് പേരുടേത് കൂടിയാണ് ഈ കടൽ എന്ന് നാം പറയേണ്ടി വരും. ആ യാത്രകളും അവരുടെ ചരിത്രവും പക്ഷേ ഒരിടത്തും രേഖപ്പെടുത്തിപ്പോയിട്ടില്ല. 1978-ലും 79-ലും പൊന്നാനിയിലെ തൊഴിലാളികളടക്കമുള്ള പത്തേമാരിയിൽ കടലിൽ മുങ്ങിത്താഴുന്ന ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ വർഷങ്ങളുടെ അനുഭവങ്ങൾ കടലിന്റെ ഭാവവ്യത്യാസങ്ങൾ അറിയാനും പത്തേമാരിയുടെ പല തീരങ്ങൾ തൊടാനും കുഞ്ഞു മൊയ്തീന് സഹായിച്ചു. ആ അനുഭവ പാഠങ്ങൾ തൊഴിലാളികളിൽ നിന്ന് അയാളെ ഫ്രാങ്കിലെത്തിക്കുകയായിരുന്നു. പത്തേമാരിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് പിന്നെയും കുഞ്ഞു മൊയ്തീൻ കടൽ തന്നെ അലഞ്ഞു നടന്നു. പത്തേമാരി വ്യവസായം അവസാനിക്കും വരെ അത് തുടർന്നു. പിന്നെയും ഏറെ കഴിഞ്ഞാണ് വൻ കപ്പലുകളും യന്ത്രവൽകൃത ബോട്ടുകളും ഒക്കെ കേരളത്തിന്റെ തീരത്തുകളിലേക്ക് വന്നണയുന്നത്. ഇന്ന് 86-ാം വയസ്സിൽ വർഷങ്ങളുടെ കടൽ ജീവിതം ബാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം അനുഭവങ്ങളുടെ തിരമാലകൾക്ക് മുമ്പിൽ സങ്കടപ്പെടുകയാണ്. ഒരു കാലത്ത് സഹോദരങ്ങളുടെ പട്ടിണി മാറ്റാൻ കടലിൽ പോയി തുടങ്ങിയതിൽ പിന്നീടത് മക്കളുടേതായി മാറി. കടുത്ത ദാരിദ്ര്യത്തിന്റെ കയ്പ് മാറ്റാൻ പോലും ആ തൊഴിൽക്കാലം സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. അധ്വാനത്തിനൊത്ത കൂലി ഒരു കാലത്തും അയാൾക്കും കൂട്ടാളികൾക്കും ലഭിച്ചിരുന്നില്ല. ഒരു സമ്പാദ്യവും ബാക്കിയുണ്ടായിരുന്നില്ല. പതിറ്റാണ്ടുകൾ മുമ്പത്തെ കടൽയാത്രാ അനുഭവങ്ങൾ ഭാണ്ഡക്കെട്ടുകൾ തുറന്നാൽ ഇനിയും എത്രയോ കഥകളും അനുഭവങ്ങളും ദേശങ്ങൾ തേടിപ്പോയവരുടെ കടലും കാറ്റും മുറിച്ചു കടന്നവരുടെ കഥകളും പൂർവ്വ മനുഷ്യരുടെ അനുഭവങ്ങളും കുഞ്ഞു മൊയ്തീൻ അതിലൊരെണ്ണം മാത്രമാണ്. കുഞ്ഞു മൊയ്തീന്റെ കഥ ഇവിടെ അവസാനിക്കുക.